എനിക്ക് 2 കുട്ടികളാണ്. അതിൽ ചെറുത് പെൺകുട്ടിയാണ്. അവരിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം. മൂത്ത ആള് മകനായിരുന്നു. മകൻ്റെ ആദ്യ ഭാര്യ വിവാഹമോചനം ചെയ്യപ്പെട്ട് ഇപ്പോൾ മറ്റൊരു ആ, സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത്. അവരിപ്പോൾ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആദ്യ ഭാര്യയിലുള്ള ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ കുട്ടിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചോദ്യം. ആ കുട്ടി ഇപ്പോൾ വളരെ വികൃതി കാണിക്കുന്ന തരത്തിലാണ് മറ്റുള്ള കുട്ടികളോടൊക്കെ പെരുമാറുന്നത്. പല സൈക്കാട്രിസ്റ്റുമാരെയും ഒക്കെ കാണിച്ചു. എന്നിരുന്നാലും ഇപ്പോഴും ആ വികൃതി തുടരുന്ന ഒരു രൂപമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ഈ കുട്ടിയുടെ ഈ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിലുപരി ഈ ചോദ്യം കേൾക്കുന്നവർക്കെല്ലാം ഈ ചോദ്യത്തിൽ മഹത്തായ ഒരു പാഠമുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സാധാരണഗതിയിൽ വിവാഹത്തിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും ഡൈവേഴ്സ്, ത്വലാഖിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ചെറിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹം. അവരെല്ലാവരും വിചാരിക്കുന്നത് ഈ ത്വലാഖ് കഴിഞ്ഞ് മറ്റൊരു ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും പരിസമാപ്തി കുറിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു വിവാഹമോചനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളും ഈ ചോദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം അവൻ്റെ പിതാവ് വീണ്ടും വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച പിതാവിന് ഭാര്യയും അതേപോലെ തന്നെ കുട്ടികളുമുണ്ട്. അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. അതേപോലെ തന്നെ ഒരുപക്ഷെ അവൻ്റെ ഉമ്മയും വേറെ വിവാഹിതയായിട്ടുണ്ടായിരിക്കാം. അവരും വേറൊരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ശരിയായ സ്നേഹവും പരിചരണവും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തത ഒരിക്കലും അവൻ്റെ വാക്കുകളെ കൊണ്ട് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലുകളും മനപ്രയാസങ്ങളും അവൻ്റെ ചില പ്രവർത്തനങ്ങളായിട്ടാണ് പുറത്തേക്ക് വരാനുള്ള സാധ്യത. ഇനിയിപ്പോൾ ഒരു വല്യമ്മയെ സംബന്ധിച്ചിടത്തോളം നൽകാൻ പറ്റുന്ന സ്നേഹത്തിനും പരിഗണനകൾക്കും കുറേ പരിമിതികളുണ്ട്. ഒരുപക്ഷെ ഉമ്മയുടെ സ്ഥാനത്ത് ചിലതെല്ലാം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഒരു വാപ്പയുടെ സ്ഥാനം സ്വീകരിക്കാൻ സാധ്യമല്ല. ഈ കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുടെ ജീവിതം ഇവൻ കാണും. അവൻ്റെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും വീട്ടിലുള്ള സന്തോഷങ്ങളെക്കുറിച്ചും അവൻ്റെ വാപ്പയോടൊപ്പമുള്ള യാത്രയെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും ഹോട്ടൽ കയറിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എൻ്റെ വാപ്പയില്ലല്ലോ ഉമ്മയില്ലല്ലോ എന്ന ദുഃഖം അവനെ ജീവിതത്തിൽ വല്ലാതെ വിഷമിപ്പിച്ച് കളയും. ആ വേദനകളെ പരിഹരിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഇത്തരം വിവാഹമോചനങ്ങൾ അനിവാര്യ ഘട്ടങ്ങളിൽ നടത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മരണങ്ങളിലൂടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചോ അല്ല നാം പറയുന്നത്. പക്ഷേ നമ്മൾക്ക് മക്കളുണ്ടാകുമ്പോൾ, നമ്മളൊരു വിവാഹമോചനത്തിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ മുഖം, ഭാവിയും ഒന്ന് മനസ്സിൽ കാണണം എന്ന് ഈ ചോദ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഈ കുട്ടിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ കുട്ടി അല്പം വാശി കാണിക്കുന്നു, വികൃതി കാണിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയമായി വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ വികൃതി കാണിക്കുന്ന കുട്ടി ഇപ്പോൾ നിലവിൽ ഇവൻ്റെ ഉപ്പയും പുതിയ അയാളുടെ ഭാര്യയും 2 കുട്ടികളും ഒരു കുടുംബമായി ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അവർക്കു തന്നെയുള്ള, അതായത് ഇവൻ്റെ ഉപ്പ വിവാഹം കഴിച്ച പുതിയ ഭാര്യയ്ക്ക് തന്നെയുള്ള കുട്ടിയാണ് ഇവനെന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവൻ വാശിയും മറ്റ് 2 കുട്ടികളെ വികൃതി കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെന്തു ചെയ്യും? ഈ കുട്ടിയെ വല്യമ്മയുടെ അടുക്കലാക്കൂ, അവിടെ നിന്ന് അകറ്റി കൊണ്ടുപോയി ആക്കൂ? ഇല്ലെന്നല്ലേ ഉത്തരം. മുതിർന്ന കുട്ടി വളരെ വികൃതിയും ദേഷ്യവും വാശിയുമുള്ളവനായി താഴെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇവരെ വീട്ടിൽ മാത്രമുള്ളൊരു കേസല്ലല്ലോ, എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ പ്രകോപിതനാകുന്ന അല്ലെങ്കിൽ അക്രമാസക്തമാകുന്ന കുട്ടികളെ നമ്മൾ മാറ്റി താമസിപ്പിക്കാറുണ്ടോ? വല്യമ്മയുടെയും വല്യപ്പയുടെയൊക്കെ കൊണ്ടുപോയി ആക്കാറുണ്ടോ? ഇല്ല. ഇവിടെ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും വിഷമങ്ങൾ സഹിച്ചും തൻ്റെ കുട്ടികളോട് ചെയ്യുന്ന വികൃതികളെ ക്രമേണ പരിഹരിച്ചും മുന്നോട്ട് കൊണ്ടുപോയി ആ കുട്ടിയെ തങ്ങളുടെ ഒരു മകനായി കൊണ്ടുപോകാനുള്ള മാനസികമായ ഒരു സന്നദ്ധത
അവർക്കില്ല എന്നതാണ് ഇന്ന് ഈ കുട്ടി അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി. പിന്നെ ഇത്തരം കുട്ടികൾ അക്രമാസക്തമാകുമ്പോൾ ഈ കുട്ടിയുടെ അനാഥത്വവും ഒറ്റപ്പെടലുമുള്ള മാനസിക സംഘർഷങ്ങൾ ഒരു പക്ഷേ ഈ പ്രയാസത്തിന് കാരണമായേക്കാം, ഈ കുട്ടിയുടെ സ്വഭാവ മാറ്റത്തിന്. ഇനി അതൊന്നും അല്ല എന്ന് വിചാരിക്കുക. ഇത്തരം കുട്ടികൾക്ക് സ്വഭാവ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു പരിധി വരെയൊക്കെ കുട്ടികളുടെ ജീവിതാവസ്ഥകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കിന് അതൊന്നുമില്ലാതൊരു കുട്ടി ഇങ്ങനെ ഒരു 40 വയസ്സായ ആളെ പോലെ ഒക്കെ ഇങ്ങനെ പക്വതയോടുകൂടെ എപ്പോഴും ഇങ്ങനെ വായിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും കുട്ടികൾക്ക് ഉണ്ടാവില്ല. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ മാതാപിതാക്കൾ വെറുതെ അവരെ കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു സൈക്യാട്രിക് ഡോക്ടറെ കാണിച്ച് ഇനി അവൻ ഒരു മാനസിക മരുന്നുകൾ കഴിച്ച് തളർന്നു പോകുന്നതിലേക്ക് കൂടെ എത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു ട്രെയിൻ യാത്ര ഞാൻ ഓർക്കുന്നു. ഒരു ഫാമിലി യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ ഒരു കുട്ടിയുണ്ട്. ഒരു 4 വയസ്സോ 5 വയസ്സോ ഒക്കെ പ്രായമുള്ളൊരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞാൽ ആ കുട്ടിയെ മാതാവ് ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? ആ കുട്ടി വേണമെങ്കിൽ മേലത്തെ ബർത്തിലേക്കൊന്നും ഇങ്ങനെ കയറി നോക്കും, കയറിക്കോട്ടെ, കയറണോ ഇറങ്ങണോ ഇങ്ങനെ നോക്കി നിന്നാൽ പോരെ. അവൻ കയറാൻ തുടങ്ങുമ്പോഴേക്കും അവനെ പോയി പിടിച്ച് സ്വാഭാവികമായും അവൻ പിന്നെന്താ ചെയ്യുക? അപ്പോൾ അവൻ ആ വേറൊരു പ്രവൃത്തി ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യും? തൻ്റെ മുതിർന്ന കുട്ടിയെ പോയിട്ട് ഉപദ്രവിക്കും. അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഉപദ്രവിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരുന്നാൽ മതി, അവൻ ആ ഉപദ്രവം നിർത്തും. പക്ഷെ ചെറുതായിട്ടൊന്ന് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആ കുട്ടി ശബ്ദമുണ്ടാക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ അവനെ അടിക്കും. ഈ പ്രക്രിയ 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും അല്ല നീണ്ടു നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കുട്ടിക്ക് പിന്നെ എന്താണ് ആ കുട്ടി ചെയ്യുക? പിന്നെ പോയിട്ട് എന്താണ്, അവരുടെ ബാഗിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്തിനാ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, ഇപ്പോൾ കഴിച്ചിട്ടുള്ളൂല്ലോ എന്ന് പറയും. അവൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ സ്നേഹത്തോടെ അതിനൊരു പീസ് അവനെടുത്ത് കൊടുക്കുക. അവൻ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്നിങ്ങനെ നോക്കി നിൽക്കുക, ഒന്ന് കയറി ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ മതി, ഒന്നും സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞത് വെറുതെ. അപ്പോൾ ഈ കുട്ടിനെ ഇങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ഈ ഉമ്മക്ക് തോന്നുന്നത് എന്താണ്? ഇവനൊരു വല്ലാത്തൊരു ശല്യക്കാരൻ, ഇവനെ നോക്കാൻ എന്തൊരു പണിയെന്നാണ്. കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി പ്രകോപിതനാവുകയാണ്. അവൻ കൂടുതൽ വയലൻ്റായി അവൻ്റെ മുതിർന്ന കുട്ടികളെ ഉപദ്രവിക്കുകയാണ്. അവൻ ഏറ്റവും അപകടകരമായ മറ്റു സ്ഥലത്തേക്ക് അവൻ നീങ്ങുകയാണ്. അവൻ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് വേണ്ടേ? ഒന്നില്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പോൾ അവന് വായിക്കാൻ പറ്റിയ വല്ല പുസ്തകങ്ങളും കയ്യിൽ കരുതണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികൾ അവന് ചെയ്യാവുന്ന രൂപം വേണം, അല്ലെങ്കിൽ അവനോട് സംസാരിച്ചിരിക്കണം. ഇതൊന്നുമില്ലാതെ അവൻ സ്വന്തമായി എന്തെങ്കിലും വിക്രിയകൾ കണ്ടെത്തുമ്പോൾ അതെല്ലാം മുടക്കാനും തടസ്സപ്പെടുത്താനും ബലം പ്രയോഗിക്കാനും മാതാപിതാക്കൾ ശ്രമിക്കുകയും എന്നിട്ട് അവൻ അടങ്ങിക്കിടക്കാതിരിക്കുമ്പോൾ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയും ചെയ്യുന്ന ഈ പുതിയ പ്രവണത കുടുംബങ്ങളിൽ വന്നാൽ മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത്തരം മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നെത്തും. അതുകൊണ്ട് ഈ കുട്ടിയെ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ പറയുന്ന എൻ്റെ ഈ നിഗമനങ്ങളിൽ തെറ്റുണ്ടാകാം. പക്ഷെ ഒരു പരിധിവരെ ഇതാണ് കുട്ടികളോട് സ്വീകരിക്കേണ്ട സമീപനം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അങ്ങനെ നിരാശപ്പെടേണ്ടതൊന്നുമില്ല. ഒരു കുട്ടിയെ നോക്കി വളർത്തുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മുടെ മകൻ്റെ കുട്ടിയാകുമ്പോൾ അല്പം സ്നേഹമൊക്കെ നൽകി ഒന്ന് ശ്രദ്ധിച്ച് വളർത്തിയാൽ അതിൻ്റെ ഗുണം ആ കുട്ടി നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. നിങ്ങളുടെ കുട്ടിയായിട്ട് അവൻ വളരും. ഭാവിയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതത്തിലൊരു നല്ല കാര്യമാണ് ചെയ്യാനുള്ളത്. നമ്മളുടേതല്ലാത്ത ഏത് കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുമ്പോഴും അതൊരു പ്രത്യേകമായൊരു പുണ്യകർമ്മമായി വിചാരിച്ച് അതിലുള്ള ത്യാഗങ്ങളെല്ലാം ഒരു നന്മയായി വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമാകുമെന്നാണ് ഈ കുട്ടിയുടെ വല്യമ്മയോട് നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ.